എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു മാധ്യമപ്രവർത്തനമാണ് മാത്യു സാമുവൽ. ഇന്ത്യ അറിയുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. അദ്ദേഹം തെഹൽക്ക എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏകദേശം 2001 അദ്ദേഹം നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ ഒരുപാട് BJP നേതാക്കന്മാർ കോഴ വിവാദത്തിൽപ്പെട്ടിരുന്നു. ആ സമയത്ത് BJP ഗവൺമെൻറ് ഓൾമോസ്റ്റ് ഡൗൺ ആയി എന്നുള്ള ഘട്ടം വരെ എത്തിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ കാരണം. ഒരു തരത്തിലാണ് അവർ അതിനെ അതിജീവിച്ചത്. അതിനുശേഷം നാരദ ന്യൂസ് എന്ന് പറയുന്നൊരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ ബംഗാളിലെ ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റിംഗ് ഓപ്പറേഷനായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റിംഗ് ഓപ്പറേഷനായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഈ മമതാ ബാനർജി ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം മമതാ ബാനർജിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കോർട്ടിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കേസിൻ്റെ പേരിൽ, ഈ ശാരദ ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് ഡൽഹിയിലായിരുന്നു അദ്ദേഹം, അതായത് ദേശീയ മാധ്യമങ്ങളിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് എന്താ പറയുക, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന് വർക്ക് ചെയ്ത പരിചയമുണ്ട്. ഇപ്പോൾ അദ്ദേഹം എന്താ പറയണ്ടേ, ഈ ഇൻ്റർനാഷണൽ കുറേ ന്യൂസ് ഏജൻസിക്ക് വേണ്ടിയിട്ട് ഫ്രീലാൻസായിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അമേരിക്ക, ഓസ്ട്രേലിയ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ എന്താ പറയുക മാധ്യമപ്രവർത്തകർക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഫ്രീലാൻസായിട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം US, ഓസ്ട്രേലിയ ഇങ്ങനെ പല രാജ്യങ്ങളിലും കറങ്ങാറുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം ചെയ്യുന്ന പല വീഡിയോകളും, അതായത് ചിലപ്പം US നിന്നായിരിക്കും, ചിലപ്പോൾ ഓസ്ട്രേലിയ നിന്നായിരിക്കും, ചിലപ്പം ജർമ്മനി നിന്നായിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം, അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഇന്ന് ഇന്ത്യയിലുണ്ടല്ലോ ഇത്രയും ക്ലിയർ കട്ടായിട്ട് സംസാരിക്കുന്നത്, അതായത് ഇൻ്റർനാഷണൽ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന, വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു മാധ്യമപ്രവർത്തനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന, ഇത്ര കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, നമുക്കിവിടെ കേരളത്തിൽ നടക്കുന്ന, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അറിയാൻ പറ്റും. നമുക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട് അറിയാനല്ലേ. അപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന, പൊളിറ്റിക്കൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും വലിയ പ്രശ്നമില്ല. ഒരുപാട് സോഴ്സിൽ നിന്ന് പല വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഒരാൾ വീഡിയോ കണ്ടാൽ മതി, അതിന് ബേസ് ചെയ്യാനൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, ഒരു ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോഴുണ്ടല്ലോ, അപ്പോൾ അത് വ്യക്തമായി പഠിച്ചിട്ട് വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, ലീഗലായിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ഉണ്ടാവും, കുറേ വെർട്ടിക്കൽസ് ഉണ്ടാവും അതിനൊക്കെ. പിന്നെ എന്താ പറയുക, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല രാജ്യങ്ങൾ തമ്മിലുള്ള വോർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ പറയണ്ടേ, അങ്ങനെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നോളജ് വേണം, നന്നായിട്ട് വായിക്കണം. അതത് രാജ്യങ്ങളിൽ എന്താ പറയണ്ടേ, ഇപ്പം ജർമ്മനിയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടുത്തെ മാധ്യമങ്ങൾ സ്ഥിരം ഫോളോ ചെയ്യണം. വല്ലപ്പോഴും വായിച്ചുകൊണ്ട് കാര്യമില്ല, സ്ഥിരം ഫോളോ ചെയ്യണം. അവിടുത്തെ ലാംഗ്വേജിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് യുഗമാണ്, ഏത് രാജ്യത്തെ എന്താ പറയുക മാധ്യമങ്ങൾ നമുക്ക് വായിക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം. അപ്പോൾ ഇതൊക്കെ നിരന്തരം ഇങ്ങനെ കണക്റ്റഡായി നിന്നാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ പല രാജ്യങ്ങളിലെ എല്ലാം ഒരു ദിവസം രാവിലെ എനിക്കറിയാൻ പറ്റുന്നത്, അദ്ദേഹം ഒരു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു 10, 15, 16ഓളം രാജ്യങ്ങളിലെ പത്രങ്ങൾ രാവിലെ അവിടുത്തെ 5, 6 പത്രങ്ങൾ വായിക്കും, ട്രാൻസ്ലേറ്റഡ് വേർഷൻ. അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ഈ പ്രായത്തിന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഏകദേശം 55, 60 വയസ്സ് കാണുമായിരിക്കും. ഈ പ്രായത്തിനും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ എന്താ പറയുക, അദ്ദേഹം മാത്രമായിരിക്കും. അപ്പോൾ അദ്ദേഹം നല്ല നോളജിൽ എല്ലാ കാര്യങ്ങളും നല്ല ഡെപ്തിൽ പറഞ്ഞ ഒരു കാര്യത്തിന് പിന്മാറാതെ, താനൊരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പിന്മാറാതെ അടിയുറച്ച് നിൽക്കുന്നത്, അതായത് പിന്നീട് അതിനെക്കുറിച്ച് ഖേദിക്കുകയോ മാപ്പ് പറയുകയോ പരിപാടി ഇവിടെ ഇല്ല, അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം വളരെ എന്താ പറയുക ക്ലിയർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാധ്യമപ്രവർത്തനമാണ് മാത്യു സാമുവൽ. അപ്പോൾ മാത്യു സാമുവലിനെ, അതായത് ഇദ്ദേഹം കുറച്ച് കാലമായിട്ട് റൈറ്റ് വിങ് പൊളിറ്റിക്സാണ് സംസാരിക്കുന്നത്. അപ്പോൾ നല്ല കാര്യം, അതായത് ആർക്കും, ഏതൊരാളും, ഏതൊരു മാധ്യമപ്രവർത്തനായാലും രാഷ്ട്രീയക്കാരനായാലും എപ്പോഴും മരണാനന്തരം വരെ എന്താ പറയണ്ടേ, ഒരു സൈഡിൽ നിന്നേ സംസാരിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം എന്താ പറയുക കൂടുതലും ഈ എന്താ പറയുക ഇന്ത്യ ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയും. അതിൽ എന്താ പറയുക ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ നല്ല കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെ. അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും എന്താ പറയുക മിനിമം 1 ലക്ഷം വ്യൂസ് എങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിനെതിരെ കേരളത്തിലെ സുഡാപ്പികൾ എന്ന് പറയുന്നത് ഭയങ്കര ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കൊല്ലും എന്നവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ ഇനിയും എന്താ പറയുക ഇവിടെ ഇസ്ലാമിക ജിഹാദിയത്തിനെതിരെ, അതായത് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ, കേരളത്തിലെ ഇസ്ലാമിക ഇക്കോസിസ്റ്റത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ തീർക്കുന്നില്ല ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്താ പറയുക കേരളത്തിലെ സുഡാപ്പികൾ മാത്യു സാമുവലിനെ. അദ്ദേഹം എന്താ പറയുക ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയ നേതാക്കളായിട്ട് എന്താ പറയുക മൽപ്പിടുത്തം നടത്തി അവന്മാരെ പിടിച്ച് ജയിലിലിട്ട് അവന്മാരോട് നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫൈറ്റ് ചെയ്തതും ഇപ്പോഴും
ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മാത്യു സാമുവൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി കേരളത്തിലെ ഇട്ടാവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പടവലങ്ങ പോലത്തെ സംസ്ഥാനത്ത് കളിക്കുന്ന സുഡാപ്പികൾ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പേടിച്ച് പോകും എന്ന് വിചാരിച്ചോ? അപ്പോൾ ഇതിന് ആസ്പദമായിട്ട് സംഭവം ഞാൻ പറയാം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിരന്തരം എന്താണ് ഈരാറ്റുപേട്ട, ഇതിനൊക്കെ ഈ കേരളത്തിലെ PFI ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരം അദ്ദേഹം വീഡിയോ ചെയ്യാറുണ്ട്. വളരെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ പക്ക കറക്റ്റാണ്, എല്ലാ കാര്യങ്ങളും സത്യമെന്നാണ്, 100% സത്യമാണ്. അതുകൊണ്ട് അത് അറിയാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യുന്ന വീഡിയോ അടിയുടെ കമൻറ്റുകൾ നോക്കിയാൽ മതി. അതായത് ഒരു 10,000 കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓരെന്താണ്ട് അതിൻ്റെ 95% ആൾക്കാരും ഇദ്ദേഹത്തെ സപ്പോർട്ട്, അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്, ഇത് ആരും വിളിച്ചു പറയുന്നില്ല, കേരള സമൂഹത്തോട് ഇതാരും വിളിച്ചു പറയുന്നില്ല, താങ്കൾ കാണിച്ചത് വലിയൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കമൻസുകളാണ് കൂടുതലും വരുന്നത്. അതായത് ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് പ്രേക്ഷകർ, കേരള സമൂഹം അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണെന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്താ പറയുക ഇവിടുത്തെ പ്രേക്ഷകരും കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ചെയ്തു, അതായത് ഈരാറ്റുപേട്ടയെക്കുറിച്ച്. ഈരാറ്റുപേട്ട മിനി പാകിസ്ഥാനാണ്, മിനി താലിബാനാണ്, അതൊരു എന്താ പറയുക തീവ്രവാദ ഫാക്ടറിയാണ്. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 100% സത്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടല്ലേ നമുക്ക് ഇവിടെ എന്താ പറയുക, ഇപ്പോൾ PC ജോർജ് വിഷയമൊക്കെ വന്നപ്പോൾ ഈരാറ്റുപേട്ടയിൽ എന്താ പറയുക, അപ്പോൾ PC ജോർജിനെ സൈഡിലേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഈരാറ്റുപേട്ട മിനി പാകിസ്ഥാനാണ്, മിനി താലിബാനാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ CPM എന്താ പറയുക, CPM അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ CPM ശരിക്കും ആക്ച്വലി ഇവിടെ സുഡാപ്പികൾ എന്താ പറയുക അദ്ദേഹത്തെ CPM കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ എന്താ പറയുക എനിക്ക് 1-2 മണിക്കൂർ തന്നാൽ മതി, ഞാൻ അവിടെ സ്പോട്ടിൽ ഹാജരാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ കുറേ കണ്ടാണ്, ഇതിലപ്പുറം ആൾക്കാരെ ഞാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ചീള് കേസൊന്നും എനിക്ക് വിഷയമില്ല, ഞാൻ എവിടെ വരാനും തയ്യാറാണ്. എന്താ പറയണ്ടേ, ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഇതെന്താ പറയുക, പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനും ഇദ്ദേഹം മുങ്ങിയടക്കാൻ സാധ്യതയില്ല, അറസ്റ്റ് വരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണലി ഒരു മൈലേജും കൂടി ഉണ്ടാവാം, അതൊരു വേറെ വശം. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കേരള സമൂഹം ചർച്ച ചെയ്തു. കേരളത്തിന് മനസ്സിലായി, ഈരാറ്റുപേട്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കേരളം മൊത്തം നശിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ആയുധശേഖരങ്ങൾ കണ്ടെടുത്തു, അതിനൊക്കെ പിന്നിൽ ഈ സുഡാപ്പികളാണെന്ന് അത് ആരെ വിശ്വസിക്കാത്തത്? ഇവിടെ കുറേ ഒരു മിനി താലിബാൻമാരി ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയല്ലേ? അതായത് ആ ഒരു സ്ഥലത്തേക്ക് പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മുമ്പ് PFI നിരോധിക്കുന്നത് വരെ. വളരെ സത്യമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ എന്താ പറയണ്ടത്, അധികം അവിടെ നിൽക്കാൻ പറ്റില്ല, എന്താ പറയണ്ടത്, വേഗം ട്രാൻസ്ഫർ വാങ്ങി പോകുന്നൊരവസ്ഥയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോയ ഒരുപാട് പോലീസുകാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അറിയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു മിനി പാകിസ്ഥാൻ, മിനി താലിബാൻമാരിലൊരു സെറ്റപ്പ് തന്നെയാണ്, അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് പ്രഷറാണ്. ഇന്ത്യ തന്നെയായാലും പല കോണിൽ നിന്നും ഒരുപാട് പ്രഷർ അവിടെയുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനുണ്ട്. അത് അവർക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അവർ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രഷറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ എന്താ പറയുക നടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്താ പറയുക ഒരു സത്യം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇദ്ദേഹത്തെ കൊല്ലാൻ ഇവന്മാർ ശ്രമിക്കുന്നത്. എന്ത് തന്നെയായാലും ഇദ്ദേഹം ഇതിനൊന്നും വഴങ്ങാൻ ഒരു സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു കരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലെ ചീള് കേസുകൾക്കൊന്നും അദ്ദേഹം വഴങ്ങാൻ സാധ്യതയില്ല. ഈ വധഭീഷണിയൊക്കെ മുഴക്കി കൊണ്ടൊന്നും അദ്ദേഹം എന്താ പറയുക കേരളത്തിലെ ഈ ഇസ്ലാമിക എക്കോ സിസ്റ്റത്തിനെതിരെ പറയുന്നതിൽ അദ്ദേഹം നിർത്താൻ പോകുന്നില്ല. അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലി നടക്കുന്ന, അതായത് ഇവർ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇൻ്റർനാഷണൽ അവർക്കെല്ലാം ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ മൊത്തം ഗ്ലോബലി ഒരേ മാതിരിയാണ്. അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞുതരാം. വർഷങ്ങളായിട്ട് എന്താ പറയേണ്ടത്, ഇവന്മാരുടെ ഓപ്പറേഷൻസ് ഓരോ രാജ്യങ്ങളും എന്താണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഈ ഇസ്ലാമിസ്റ്റുകൾ ശരിക്കും ഇവിടെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതിൽ കലിപൂണ്ടിരിക്കുകയാണ്. അതായത് ശരിക്കും ഇവർക്ക് മുഖം നഷ്ടപ്പെട്ടു. ഇവരുടെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് എന്താ പറയുക A to Z കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ചെയ്യണം. അതിൽ വിരളി പൂണ്ടിട്ട്, അതായത് തങ്ങളെ എക്സ്പോസ് ചെയ്യുന്നു, ഈ മച്ചാൻ വന്നിട്ട് ഞങ്ങളുടെ എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ വെകിളി പിടിച്ചിട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ തട്ടുന്നില്ല ഭീഷണി കുറച്ച് നാൾ മുന്നേ മുഴക്കിയത്. അദ്ദേഹം പോയി പണി നോക്കാൻ പറഞ്ഞു, അതായത് എൻ്റെ അഡ്രസ്സ് വരെ, എൻ്റെ ഫ്ലാറ്റ് അഡ്രസ്സ് വരെ വന്നോളൂ, എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുന്നത് എന്ന് പറയുന്നത് തിരിച്ച് ഭീഷണി മുഴക്കി അദ്ദേഹം. അത്രത്തോളം ഗഡ്സിലൊരു വ്യക്തിയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ഈ സമൂഹത്തിൽ എന്താ പറയുക ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഇവന്മാരുടെ ഉഡായിപ്പുകൾ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടുമ്പോൾ ഇവന്മാർക്കുണ്ടാകുന്ന വെകിളി എന്താ പറയുക, അത് തന്നെയാണ് ഇവന്മാരെന്താ പറയുക അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ തീർക്കും, ഇദ്ദേഹത്തെ തട്ടും എന്താ പറയുക ഭീഷണിപ്പെടുത്തുകയാണ്. തട്ടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത്തരത്തിലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തട്ടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോ അടികൾ കമൻറ്റുകളൊക്കെ ഒരു വിഭാഗം ആൾക്കാർ വരും, കൂട്ടത്തോടെ വന്നിട്ട് അറ്റാക്കിംഗ് ഒക്കെ ചില വീഡിയോയിലൊക്കെ കാണാം. അതായത് പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കാരണം എന്താ പറയേണ്ടത്
മൊത്തം സീനായിരിക്കുകയാണ്, ഇവന്മാർക്ക് ആകെ കിളി പോയിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാർക്ക് നേരിട്ട് ഇയാളോട് മുട്ടാൻ പേടിയായത് കൊണ്ടാവാം ചിലപ്പോഴും CPMമാരെ വിട്ടിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുത്ത് എന്താ പറയുക ഇയാൾ ജയിലിൽ തുറങ്കിലടക്കുന്നൊക്കെ പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം PC ജോർജിൻ്റെ വിഷയത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇയാളെ തുറങ്കിലടക്കുന്നൊക്കെ. നമ്മളുടെ തുറങ്കിലടച്ച് കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവനൊന്നും ഇയാൾ PC ജോർജൊന്നും എന്താ പറയുക ജയിലിൽ കിടക്കാൻ പോകുന്നില്ല. 1-2 ദിവസം കിടന്നാൽ പിറ്റേന്ന് ജാമ്യം എടുത്തിട്ട് പുറത്ത് വരും. നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ആയുഷ്കാലം ഫുള്ള് നിങ്ങൾ പൂട്ടും. നിങ്ങളെയാണ് പൂട്ടാൻ പോകുന്നത്. ആയുഷ്കാലം ഫുൾ നിങ്ങളെയാണ് അടച്ചിരിക്കുന്നത്. ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോയ PFI നേതാക്കന്മാർ ഇന്ത്യയിൽ ഏത് ജയിലുകളെന്ന് ഒരു ഐഡിയ ഇല്ലാർക്കുന്നു. അവർ എപ്പോൾ പുറത്തിറങ്ങുന്നു, ജീവനോടെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ അതിപ്പോൾ കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും കളിച്ചോ. അപ്പോൾ നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.